ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സാർ നീ തീർന്നടാ, നീ തീർന്നു. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? ജോർജ് കുട്ടി, എന്താ ഇത്? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, പാണ്ടിക്കരിമ്പാറ പോലെയാണ് മോനെ. സരസുവിന് ശരിക്കും വിഷമമുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയും. ഒരു കല്യാണ പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ രാജൻ ചെയ്തത്. ഇനി ഇതിന്റെ പേരിൽ കടുങ്കയൊന്നും ചെയ്യരുത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. അവിടെ എന്നും ഒരു ആശ്രിതനായി പുത്തേഴത്ത് നിൽക്കാൻ ഇനി ഞാൻ ഉണ്ടാവില്ല. എനിക്ക് വളരണം. അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, അവനോടൊന്നും തോന്നല്ലേ? മുംബൈയിൽ വെച്ച് 4-5 പ്രാവശ്യം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ക്രിസ്റ്റിയെ. കൂട്ടുകെട്ടുകൾ ക്രിസ്റ്റിയെ വഴിതെറ്റിക്കുകയായിരുന്നു. ഏതോ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള കശപ്പ് ചെയ്യാൻ ക്രിസ്റ്റിയോട് പകവെട്ടാൻ വന്നതാണവർ. അവസാനം നഷ്ടപ്പെട്ടത് എനിക്കാ, എന്റെ ജെസ്സിയെ. പൊന്നോ ഒടുക്കത്താ. പിന്നെ ജെസ്സി, ജെസ്സി നിന്നോടാ പറഞ്ഞത്. തിരാണല്ലേ എങ്കിൽ പോയി എടുത്തോണ്ട് വാടാ, വേഗം ആശുപത്രി കൊണ്ടുപോവാ. പക്ഷേ തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. ഇനി എന്നെ ചതിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേലി കഴിക്കുന്നത് നിന്നെയായിരിക്കും. A few moments later. എത്രയും പെട്ടെന്ന് ഞാൻ ഹോട്ടലിൽ വിറ്റ് പണവുമായി വരും. സാറിനെ ഇവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്യും. ഐശ്വര്യമായിട്ട് അച്ഛൻ ഇതങ്ങ് വാങ്ങിച്ചട്ടെ. ഹോട്ടൽ രാജ് പാലസിന്റെ പവർ ഓഫ് അറ്റോർണി. ഇത് തന്നെ പണിയാ. ഇനിയും പുള്ളിക്കാരനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അയ്യോ മതിയേ. സോഷ്യൽ മീഡിയ കത്തി നിൽക്കുകയാണ്, അറിയാലോ, കൺവിൻസിംഗ് സ്റ്റാർ. ഞങ്ങളിപ്പോ ഓക്കെ പോരാട്ടാ, ഇനി തിന്നാ എനിക്ക് മുട്ടം പണി കിട്ടും. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് മനസ്സിലാക്കണേ പൈസ